ഏക പരിശുദ്ധനായ നമ്മുടെ ദൈവത്തെ ഞാൻ സ്തുതിച്ച് വാഴ്ത്തുന്നു. വിശുദ്ധനും സത്യവാനുമായ നമ്മുടെ കർത്താവാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളേവർക്കും അറിയിച്ചു കൊള്ളുന്നു. കർത്തൃപാദങ്ങളിൽ പ്രാർത്ഥനയോടെ നമുക്കടുത്തു വരാം. ഇന്നും ഞാൻ ഒരുപക്ഷെ അല്പം നേരത്തെ നിർത്തിയേക്കും. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ആൾ എന്നെ തൊട്ടടുത്ത് നിപ്പുണ്ട്. അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അപ്പം ഞങ്ങൾക്ക് അവിടെ പോയിട്ട് തിരികെ വരണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടൊരല്പം നേരത്തെ ഞാൻ നിർത്തും. സദയം ക്ഷമിക്കുമല്ലോ. നമുക്കൊരുമിച്ച് വേഗത്തിൽ നമ്മൾ പഠിച്ചു വരുന്ന വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് പോകാം. 17-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങൾ നമുക്കൊന്നും കൂടെ വായിക്കാം. 17 verses 3, 4, 5. Yes, please. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നത് പോലെ ഈ 17-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ കടുംചുവപ്പ് നിറമുള്ള 7 തലകൾ ഉള്ള 10 കൊമ്പുകളുള്ള ദൂഷണനാമങ്ങൾ നിറഞ്ഞ ഒരു മൃഗം, അത് എതിർക്രിസ്തുവാണ് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ മറ്റ് പല അർത്ഥങ്ങളും കൂടെ 8-ാം വാക്യം മുതൽ നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് ഇനിയും മൃഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ എതിർക്രിസ്തുവിനെ സംബന്ധിച്ച് ഇനിയും ഒരു വിവരണം വേണം എന്ന് തോന്നുന്നില്ല. 2-ാമത്തെ കഥാപാത്രമാണ് ഒരു സ്ത്രീ. അവളും രക്താംബരം ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഭയങ്കര ആഡംബരപൂർണയാണ്. സ്വർണ കലശം അല്ലെങ്കിൽ സ്വർണ കപ്പൊക്കെ കയ്യിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ. അവളുടെ തലയിൽ അവൾ ആരാണെന്ന് നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. അവളെ ആവർത്തിച്ച് വേദപുസ്തകം വിളിക്കുന്നത് മഹാവേശ്യ എന്നാണ്. ഭൂരാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തവൾ. അവളുടെ വേശ്യ മദ്യം കൊണ്ട് ഭൂരാജാക്കന്മാരെ മത്തരാക്കിയവൾ. ഇങ്ങനെ പലവിധമായ വിശേഷണങ്ങൾ ഈ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. അവളുടെ വസ്ത്രം, അവളുടെ ആഭരണ വിഭൂഷണങ്ങൾ, ഇവയെല്ലാം വളരെ കെങ്കേമമായിരിക്കുന്നെങ്കിലും അവൾ, ഒരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, ഫൈനലി even though she is so much luxuriously adorned, she is a harlot, she is a prostitute. അവളിൽ എത്ര അലങ്കരിക്കപ്പെട്ടിരിക്കുന്നെങ്കിലും, എത്ര ആഭൂഷിതയായിരിക്കുന്നെങ്കിലും, എത്ര ആഡംബരത്തിന്റെ പ്രതീകമായി അവൾ നിൽക്കുന്നെങ്കിലും, പക്ഷേ അവൾ ഒരു വേശ്യയാണ്. അതിൽ മറ്റെല്ലാം തകർന്നടിയുന്നു. അത്ര ഹീനമായ ഒരവസ്ഥയിൽ അവളായിരിക്കുന്നു എന്ന് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തൽ നൽകുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടു, ഈ മൃഗം അവളെ ചുമക്കുന്നു. അതിൻ്റെ 2 അർത്ഥങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എക്കാലത്തും
രാഷ്ട്രീയ ചാണക്യന്മാർ, പൊളിറ്റീഷ്യൻസ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ്, രാഷ്ട്രീയ ചാണക്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. മതത്തെ ഉപയോഗിക്കുന്നത് അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടിയാ. മതത്തോടുള്ള അവരുടെ ആഭിമുഖ്യം കൊണ്ടല്ല, ഭക്തി കൊണ്ടല്ല, വിശ്വാസത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയോ പ്രതിപത്തിയോ കൊണ്ടല്ല. അവർക്ക് അധികാരം വേണം. അതിന് മതം ഒരു വിശേഷപ്പെട്ട സഹായിയാണ്. അതുകൊണ്ട് മതത്തെ കൂട്ടുപിടിച്ച് അവർ തങ്ങളുടെ അധികാരം ഊട്ടി ഉറപ്പിക്കുന്നു. അതെല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളതാണ്. എല്ലായിടത്തും. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ വേട്ടയാടുമ്പോൾ കേരളത്തിൽ ക്രൈസ്തവ പ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളില്ലേ? ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ വേട്ടയാടുമ്പോൾ അതേ രാഷ്ട്രീയ പാർട്ടി തന്നെ കേരളത്തിൽ ക്രൈസ്തവരെ പുണരുകയാണ്. പള്ളിയിൽ പോകുന്നു, നേർച്ച കൊടുക്കുന്നു, ഒക്കെ നടത്തുന്നു. നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ ആൾക്കാര്, ഇപ്പൊ കൺവെൻഷൻ സീസണുകളാണല്ലോ, നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ തുടങ്ങി ഇങ്ങോട്ടുള്ളിടത്തൊക്കെ രാഷ്ട്രീയ നേതാക്കൾ വരും. അവർ വന്നിട്ട് ബൈബിൾ സൂക്തങ്ങളൊക്കെ പറയും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, നമ്മുടെ പാസ്റ്റേഴ്സിൽ പോലും പലർക്കും അറിഞ്ഞുകൂടാത്ത 7 I am sayings of Jesus, യേശു ക്രിസ്തുവിന്റെ ഞാനാകുന്നു എന്ന സപ്തപ്രഖ്യാപനം മനഃപ്പാഠമായിട്ട് പറഞ്ഞതൊക്കെ വൈറലായത് നമ്മൾ കണ്ടതാണ്. ഇത് കർത്താവിനോടുള്ള ആഭിമുഖ്യം കൊണ്ടൊന്നുമല്ല. അപ്പം മതത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്നും അങ്ങനെ തന്നെയാണ്, പണ്ടും അങ്ങനെയായിരുന്നു. എതിർ ക്രിസ്തുവിന്റെ കാലത്തും അവനും ഇതേ തന്ത്രം തന്നെയായിരിക്കും പയറ്റുന്നത്. അങ്ങനെയാണ് ഈ മൃഗവും ഈ മതവും തമ്മിലുള്ള ഒരു വലിയ ബന്ധം. എന്നാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നു, അവന്റെ കാര്യമൊക്കെ കണ്ടു കഴിയുമ്പോൾ അവൻ മതത്തെ തള്ളിപ്പറയും. എന്നിട്ട് ആ മതം യഥാർത്ഥ ദൈവഭക്തരോട് കാട്ടിക്കൂട്ടിയ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തികൾക്ക് അവൾ ചുമന്ന, അല്ലെങ്കിൽ അവൾ പ്രചരിപ്പിച്ച, അവൾ സഹായിച്ച എതിർ ക്രിസ്തുവിനെ കൊണ്ട് തന്നെ ദൈവം പ്രതികാരം ചെയ്യിക്കുന്നു. അതിനുള്ള സാധ്യതാ കാരണങ്ങളും നമ്മൾ കണ്ടു. എപ്പോഴും ഓർക്കുക, ദൈവത്തിന്റെ വൈരികൾ, അത് രാഷ്ട്രീയ ലോകത്തായാലും മതലോകത്തായാലും സദാകാലവും ജയിച്ചു നിൽക്കില്ല. ദൈവം ഒരു പ്രത്യേക കാലഘട്ടം അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ കാലഘട്ടം കഴിയുമ്പോൾ ദൈവം അവരെ ന്യായം വിധിക്കും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവത്തിന്റെ സത്യത്തിനെതിരായി പോരാടുന്ന, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കെതിരായി പോരാടുന്ന, ദൈവത്തിന്റെ പദ്ധതികളെ തച്ചുടയ്ക്കാൻ പരിശ്രമിക്കുന്ന രാഷ്ട്രീയ ലോകമോ സാംസ്കാരിക ലോകമോ മതലോകമോ നേതാക്കന്മാരോ ആയിരുന്നാലും ദൈവം അനുവദിക്കുന്ന ഒരു ചെറിയ സമയപരിധി കഴിഞ്ഞാൽ ദൈവം അവരെ ന്യായം വിധിച്ചിരിക്കും. അതിന് ചരിത്രം സാക്ഷിയാണ്. ആ ചരിത്രത്തിന്റെ ആവർത്തനമാണ് നാം ഇവിടെ കാണുന്നത്. നാം അതേക്കുറിച്ച് ഇന്നലെ 16-ാം വാക്യത്തിൽ നിന്ന് കണ്ടു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം.
മറ്റൊന്നും ഇല്ലെന്ന് കരുതട്ടെ. അപ്പോൾ നാം ഇവിടെ കണ്ടു, ഒന്നാമത്തെ വാക്യത്തിലും കാണുന്നുണ്ട്, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു. എന്നിട്ട് 4 മുതൽ നാം കാണുന്നത്, ആ സ്ത്രീ ധൂമ്ര വർണ്ണവും കടുംചുവപ്പ് നിറവും കൂടാതെ ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മൃഗത്തിന്മേലിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞത് അവളുടെ ആഡംബരത്തെ, ധനാഢ്യതയാണ് കാണിക്കുന്നത്. റിച്ച്നെസ്, മെറ്റീരിയൽ എബണ്ടൻസ്, ഭൗതികമായ അഭിവൃദ്ധി, സമ്പത്തിന്റെ ധാരാളിത്വത്തെയാണ് കാണിക്കുന്നത്. ചരിത്രകാരന്മാരും മറ്റും പറയുന്നത്, ഇങ്ങനെയുള്ള ഈ ഒരു സംഗതി നാം കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, ഇവൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രത്തിൻ്റെയൊക്കെ ഡൈ വളരെ അപൂർവമായിട്ടും വിലപിടിപ്പുള്ളതുമായും മാത്രം ലഭിക്കുന്നതായിരുന്നു. Very costly and rare dye was used to make such garments. That shows how wealthy she was. അവളുടെ സമ്പത്തിനെയാണ് അതെല്ലാം കാണിക്കുന്നത്. ആ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച എല്ലാ വിശേഷണങ്ങളും അവളുടെ സമ്പത്തിനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിലാണ് കണ്ടത്, മർമ്മം, മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് അവളുടെ നെറ്റിയിൽ എഴുതിയിരുന്നു. There was a writing on her forehead, mystery, the great Babylon, mother of all harlotries. റോമയിലെ വേശ്യമാരുടെ, പ്രൊഫഷണൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് റോം, they used to have such a ribbon around their forehead, encrypted their names. റോമിലെ വേശ്യമാരുടെ നെറ്റിയിൽ അവരുടെ പേരുകൾ കൊത്തിയ ഒരു നെറ്റിപ്പട്ടം അവരെ തിരിച്ചറിയാൻ വേണ്ടി ധരിച്ചിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ 5-ാമത്തെ വാക്യം മനസ്സിലാക്കേണ്ടത്. അവൾ ആരാണെന്ന ഒരു മേലെഴുത്ത് അവളെ പരിചയപ്പെടുത്തുകയാണ്. ജസ്റ്റ് ആൻ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഓഫ് ദിസ് ഹാർലറ്റ് ആസ് ദ പ്രൊഫഷണൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് റോം. അത്രേ ഉള്ളൂ. ഈ 5-ാമത്തെ വാക്യത്തിൽ അവളുടെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്ന അവളുടെ പേര്. ആ പേരിനകത്ത് 2 കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനുണ്ട്. മർമ്മം എന്നുള്ളതാണ് ഒന്ന്. അതേപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ബൈബിളിൽ 2 വ്യക്തികളെയാണ് മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 2 സ്ഥാപനങ്ങളെയും. അത് ആവർത്തിക്കേണ്ടതില്ലല്ലോ. മിസ്റ്ററി, മിസ്റ്റീരിയോൻ എന്ന ഗ്രീക്ക് പദമാണ് അവിടെ. മിസ്റ്റീരിയോൻ. മിസ്റ്റീരിയോൻ മീൻസ് ഹിഡൻ, something hidden. It is hidden to reveal. മർമ്മം എന്ന് പറഞ്ഞാൽ
മറച്ചു വച്ചിരിക്കുന്നതെന്ന സാധാരണ അർത്ഥം. എന്തിനാണ് മറച്ചു വച്ചിരിക്കുന്നത്? വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അറിയാൻ ഒക്കാത്തതല്ല മർമ്മം, ഇപ്പോൾ അറിഞ്ഞുകൂടാത്തതെങ്കിലും അറിയിക്കാൻ വേണ്ടി മറച്ചു വെച്ചിരിക്കുന്നത് എന്ന അർത്ഥമാണ് അവിടെ. അറിയിക്കാൻ വേണ്ടി മറച്ചു വെച്ചിരിക്കുന്നത്. മർമ്മം എന്നതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ പറയാം. അപ്പോഴേ അത് എളുപ്പം അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. ഒരു വാചകത്തിൽ അന്നേരം പറഞ്ഞു വിടാം. ഇപ്പോഴാണെങ്കിൽ അതെല്ലാം വിവരിക്കേണ്ടി വരും. മർമ്മം, മഹദിയാം ബാബിലോൺ. എന്നിട്ട് എഴുതി വച്ചിരിക്കുന്നത് വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. ഷീ ഈസ് ദ മദർ ഓഫ് harlots and also abominations. സകല മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവ്. That means this lady, this woman is not all alone. She is the mother. That means she has subordinates who contribute to her cause. There are so many subordinates to this woman who contribute to her cause. ഇവളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തങ്ങൾക്കുള്ളതൊക്കെ പങ്കുവയ്ക്കുന്ന മറ്റു പലരും ഇവൾക്ക് കീഴിലുണ്ടെന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. അതായത് നമ്മൾ ഇന്നലെ കണ്ടല്ലോ ഈ സ്ത്രീ ആരാണെന്ന്. ഓർമ്മയുണ്ടല്ലോ? ഓർമ്മ കാണുമല്ലോ? ഇന്നലെ നമ്മൾ പറഞ്ഞത് this woman we saw yesterday that she is the organizational Christian religion, but or giving the leadership for a world religious system, or otherwise for a synchronized religious perversion with many other religious organizations or religions. ഇവൾ ഒറ്റയ്ക്കല്ല, എന്നാൽ ഇവൾക്ക് നേതൃത്വം ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഈ വ്യാജ മതം റോമൻ കത്തോലിക്ക മതമാണെന്ന് മാത്രം നമ്മൾ പറഞ്ഞു വിടരുത്. കാരണം ഒരൊറ്റ മതമല്ല ഇത്. എന്നാൽ അതിൻ്റെ നേതൃത്വത്തിൽ അവളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇതുപോലെയുള്ള മറ്റു പലതുമുണ്ട്. ഈ വ്യാജ മതം കത്തോലിക്ക മതം മാത്രമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. Please don't misunderstand that this world perverted religion is the Roman Catholic Church alone. No. Including Roman Catholicism, Protestantism, even Pentecostalisms also may join this false religion. കേവലം കത്തോലിക്ക മതം മാത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ തടി തപ്പരുത്. അവളുടെ നേതൃത്വത്തിൽ പ്രൊട്ടസ്റ്റന്റ് സഭകളിലും പെന്തക്കോസ്ത് സഭകളിൽ പോലുമുള്ള വ്യാജന്മാരൊക്കെ കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു മതമായിരിക്കും ഇത്. പക്ഷെ ലീഡർഷിപ്പ് മാത്രം ഇവൾക്കായിരിക്കും. അവൾ മാതാവാണ് വേശ്യമാരുടെയും. അപ്പോൾ ഇവള് മാത്രമല്ല വേശ്യ, വേറെ റിലീജിയസ് ഹാർലറ്റ്സ് വേറെ ഉണ്ട്. മറ്റ് മത വേശ്യമാർ സത്യദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ജാരപ്രവൃത്തി ചെയ്യുന്ന മറ്റു പല മതങ്ങളുമുണ്ട്. ഒരുത്തി മാത്രമല്ല. പക്ഷെ ഇവൾ അവരുടെയൊക്കെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഇവള് നടത്തിപ്പുകാരിയാണെന്നേ ഉള്ളൂ. ഇവൾക്കൊപ്പം
ഈ വ്യാജ മതത്തിൽ ചേരുന്ന വേറെ പലരുമുണ്ട്. പലരുമുണ്ട്. വേറെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? കേക്കാം ഉണ്ടോ? കേക്കാം കേൾക്കാമോ? കേക്കാം. ഓക്കെ, ഞാനൊന്ന് അവരോട് പറഞ്ഞോട്ടെ എന്താ. അപ്പോഴത്തേക്കും ആ 4, 5, 6 വാക്യം ഒന്നുകൂടെ വായിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ അവരോടൊന്ന് പറഞ്ഞേക്കാം. The woman was arrayed in purple and scarlet and adorned with gold and jewels and pearls, holding in her hand a golden cup full of abominations and the impurities of her sexual immorality. And on her forehead was written a name of mystery, Babylon the Great, mother of prostitutes and of earth's abominations. And I saw the woman drunk with the blood of the saints, the blood of the martyrs of Jesus. താങ്ക് യു. അപ്പുറത്തെ തീയൊക്കെ കാഞ്ഞുകൊണ്ട് സഹോദരന്മാർ ഇങ്ങനെ ഇരുന്ന് അവരുടെ ലോകത്താ. അതുകൊണ്ടായിരുന്നു ശബ്ദം വന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു മതം മാത്രമല്ല, പല മതങ്ങൾ അന്ന് സിങ്ക്രണൈസ് ആകുമെന്നേ ഉള്ളൂ. ഒരുമിച്ച് അവർ ചേരും. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരുത്തി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവൾക്കൊപ്പം നിൽക്കുന്ന ചെറുകിട സംഗതികളൊക്കെ ഒത്തിരി ഉണ്ട്. അതിനകത്ത് പ്രൊട്ടസ്റ്റന്റുകാർ കാണും, പെന്തക്കോസ്തുകാർ കാണും, ഓക്കെ, അക്രൈസ്തവര് കാണും. അങ്ങനെയുള്ള എല്ലാ കൂട്ടരും കൂടെ ചേർന്നായിരിക്കും അത്. അതുകൊണ്ട് ഒരു കൂട്ടർ മാത്രമായിരിക്കില്ല, ലീഡർഷിപ്പ് കൊടുക്കുന്നവർ മാത്രം ഒരാളായിരിക്കുന്നു മാത്രം. ഇത്രയും വ്യക്തമാണല്ലോ? സ്തോത്രം. അല്ല, ഇപ്പോൾ ഈ എല്ലാരും കൂടെ ഒന്നിച്ച് സർവമത എക്യൂമെനിക്കൽ മൂവ്മെന്റ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താമോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു റിഹേഴ്സലാണ് ഇപ്പൊ നടക്കുന്നത്. ഒരു എന്താ അതിന് പറയുന്നത്, വേറെ രണ്ട് പേര് പറയല്ലോ, അതിന് മുന്നോടി. മുന്നോടി. ഇംഗ്ലീഷിൽ കർട്ടൻ റൈസർ, കർട്ടൻ റൈസ്. അല്ലാതെ വേറെ ഒരു Preview. പ്രിവ്യൂ. Prelude. ഈ സിനിമയുടെ ഒക്കെ Trailer. ട്രെയിലർ. ഇതിന്റെ ട്രെയിലറാണിത്. സർവമത സമ്മേളനം. വളരെ വർഷങ്ങളായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാരും കൂടെ ചേർന്ന്. ഇതൊന്നും അറിയാതെയാണോ നമ്മുടെ പാസ്റ്റർമാരൊക്കെ അതിനകത്ത് പങ്കെടുക്കുന്നത്? തീർച്ചയായിട്ടും. ഈ അഡ്രസ് റിഹേഴ്സൽ ഇതൊന്നും അറിയാതെയാ. ഞാൻ ശുശ്രൂഷിച്ച ചില സ്ഥലങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാര്, എല്ലാ മതത്തിലും പെട്ടവരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, പെട്ടെന്ന് വന്നു ചർച്ചിലേക്ക് കയറി, പാസ്റ്ററെ ചർച്ച ഒന്ന് തുറന്നതാ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു. വലിയ സന്തോഷത്തോടെ പാസ്റ്റർ തുറന്നൊക്കെ കൊടുത്തു. നമ്മുടെ മലയാളി പാസ്റ്ററാ. എന്നിട്ട് അവരിരുന്നിട്ട് പറഞ്ഞ്, പാസ്റ്റർ വാ ഞങ്ങളോട് പ്രസംഗിക്കാൻ. പാസ്റ്റർക്ക് ഒരു അന്താളിപ്പൊക്കെ ഉണ്ടെങ്കിലും പോയി സംഗതിയൊക്കെ ചെയ്തു. വലിയ സന്തോഷമൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, വാ ഞങ്ങളുടെ കൂടെ വരാൻ. എവിടെപ്പാൻ? അടുത്ത അമ്പലത്തിൽ പോകാമെന്ന്. നമ്മുടെ പാസ്റ്റേഴ്സിന് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സർവമത സമ്മേളനം, മതസൗഹാർദ്ദം. മതസൗഹാർദ്ദത്തിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ അടിയറ വയ്ക്കുന്നതാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. മതസൗഹാർദ്ദത്തിന് നമ്മൾ എപ്പോഴും കൈകോർക്കുന്നു. പക്ഷെ മതസൗഹാർദ്ദം എന്തല്ല? ഈ സിങ്ക്രണൈസേഷൻ അല്ല.
മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ബലി കഴിക്കുന്നതല്ല. അക്കാര്യം ഓർത്തുകൊള്ളണം. പ്രത്യേകിച്ച് ഇന്നത്തെ കത്തോലിക്ക മതം, എന്തിനേറെ പറയുന്നു, പല കത്തോലിക്ക പള്ളികളിലും ഹൈന്ദവ രീതിയിലുള്ള ആരാധനകൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും. എല്ലാ മതങ്ങളെയും ദൈവത്തിങ്കലേക്കുള്ള വിവിധ മാർഗങ്ങളായി ഇപ്പോഴത്തെ പോപ്പ് അംഗീകരിച്ചു കഴിഞ്ഞു. ഇൻക്ലൂസീവിസം, എല്ലാവരെയും ഉൾക്കൊള്ളുക. ഇന്ന് നടക്കുന്ന ഈ മതസൗഹാർദ്ദങ്ങൾ, സർവമത സമ്മേളനങ്ങൾ, ഇപ്പോഴത്തെ സർവമത സമ്മേളനം എവിടെ നടന്നെന്നറിയാമല്ലോ? കഴിഞ്ഞ മാസം വത്തിക്കാനിലായിരുന്നു. അതിൽ നമ്മുടെ ചില മലയാളി അച്ഛന്മാരും നേതൃത്വം വഹിച്ചവരാണ്. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലും ആസ്ഥാനത്തുമായിരുന്നു നടന്നത്. ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇതെല്ലാം ഇതിൻ്റെ റിഹേഴ്സലാണ്, ഇതിൻ്റെ ഒരു ട്രെയിലറാണ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് നേതൃത്വം വഹിക്കുന്നത് ഈ കൂട്ടരായിരിക്കും. അതിന് ചില തെളിവുകൾ നമ്മൾ ഇന്നലെ കണ്ടു. മറ്റു ചിലതും കൂടെ നോക്കാൻ പോവുകയാണ്. മറ്റെന്തെങ്കിലും? മാതാവ് എന്ന് സംബോധന ചെയ്യേണ്ട അർത്ഥം പ്രസവിച്ചതല്ലെങ്കിലും മക്കളുണ്ടെന്ന് അർത്ഥം, ഇവരെ മക്കളായിട്ട് പരിഗണിക്കാൻ അർത്ഥം ഇല്ലേ? അതെ. മറ്റുള്ള ഇതുപോലെയുള്ളതിനൊക്കെ ജന്മം കൊടുക്കുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ടിരുന്നു, മതങ്ങളെയും രാഷ്ട്രങ്ങളെയും ഭൂമിയെയും ഒക്കെ സ്ത്രീലിംഗത്തിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് മാതാവെന്ന് വിളിച്ചിരിക്കുന്നത്. ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങിയ അന്ന് ഒരു പ്രത്യേക വിഷയത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. നമ്മൾ ഇടയ്ക്ക് അത് നിർത്തിയിട്ടാണ് മറ്റു ചില വിഷയങ്ങളിലേക്കും കൂടെ ഇടയ്ക്ക് കയറിപ്പോയത്. ഓർക്കുമായിരിക്കുമല്ലോ, ബാബേൽ എന്ന് ഇതിനെ വിളിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ബാബേൽ അല്ലെങ്കിൽ ബാബിലോൺ എന്നൊക്കെ നാം ഇതിനെ വിളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതികൾ നാം കാണുമല്ലോ. ഭാരതമാതാവ് എന്ന് പറയുന്നത് അപ്പോഴോ? അതാണ് രാഷ്ട്രങ്ങളെ എല്ലാം തന്നെ സ്ത്രീലിംഗത്തിലാണ് അറിയുന്നത്. അതുകൊണ്ട് ഭാരതത്തെ ഭാരതമാതാവ്, ഭൂമിയെ ഭൂമി ദേവി, എല്ലാ രാജ്യങ്ങളെയും സ്ത്രീലിംഗത്തിൽ അമ്മ എന്ന നിലയിലാണ്, അവൾ എന്ന നിലയിലാണ് വിളിക്കുന്നത്. അതിൽ നമുക്ക് തെറ്റ് പറയാനില്ല. എല്ലാ രാഷ്ട്രങ്ങളുടെയും സ്ഥിതി അത് തന്നെയാണ്. ഭൂമിയെയും സ്ത്രീലിംഗത്തിലാണ് വിളിക്കുന്നത്. അത്രയും കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഭാരത് മാതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ നോ പ്രോബ്ലം. അത് ഭാരതത്തെ, രാഷ്ട്രങ്ങളെ സ്ത്രീലിംഗത്തിൽ അറിയപ്പെടുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു. അതൊരു സാഹിത്യ ഭാഷയായിട്ട് അംഗീകരിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതിന് ദൈവത്വം കൊടുത്തു വരുമ്പോഴാണ് ഭൂമി ദേവി എന്നോ ഭാരത് മാതാവ് എന്നോ ദൈവത്വം കൊടുത്തു വരുമ്പോൾ നമ്മെ സംബന്ധിച്ച് അത് പാപമായിട്ട് വരും. അല്ലാതെ ഭാഷയിൽ, സാഹിത്യത്തിൽ അതിന് പ്രശ്നമില്ല. ഓക്കെ, നമ്മൾ അന്ന് കണ്ടു തുടങ്ങിയത് പ്രളയത്തിന്, നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം ഉള്ള മനുഷ്യരുടെ ഒരു ചരിത്രമായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വ്യക്തികളുണ്ട്. നിമ്രോദ്, ഭാര്യയായ സെമിറാമീസ്,
സെമിറാമീസിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന തമ്മൂസ്. വേറെയും പല പേരുകളുണ്ട് കേട്ടോ, വേറെയും പല പേരുകളുണ്ട് ഇവയ്ക്കൊക്കെ. ചില സമയത്ത് ഇതെല്ലാം കൂടെ കെട്ടുപിണഞ്ഞു കിടക്കുക. അപ്പൊ നമുക്ക് അതുകൊണ്ട് ആ കെട്ടുപിണഞ്ഞു കിടക്കുന്നതെല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാൻ, ഒരു കുഴച്ചിലുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. നമുക്കറിയാം, നോഹയുടെ ജലപ്രളയം കഴിഞ്ഞിട്ട് നാം വരുമ്പോൾ ബൈബിളിലെ ഏതാണ്ട് 7 വാക്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പേരാണ് നിമ്രോദ് എന്നുള്ളത്. ബൈബിളിൽ ഇല്ലാത്ത ഒരു പേരാണ് നിമ്രോദിന്റെ ഭാര്യ എന്ന് അറിയപ്പെടുന്ന സെമിറാമീസ്. വേറെയും പല പേരുകളുണ്ട്, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു. എളുപ്പം എല്ലാവരും അധികം പേരും വിളിക്കുന്ന പേര് സെമിറാമീസ്. സെമിറാമീസിന് അത്ഭുതകരമായും മാർമികമായും ജനിച്ച ഒരു മകൻ തമ്മൂസ്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് എഴുതിയിരിക്കുന്നതിന് 3 അർത്ഥങ്ങൾ. അതിൽ ഒന്നാമത്തേത് യേശുക്രിസ്തുവും എതിർ ക്രിസ്തുവും ദൈവസഭയും ഈ വ്യാജമതവും മർമ്മം എന്ന പേരിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടു. രണ്ടാമത് മിസ്റ്റീരിയോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വെളിപ്പെടുത്താൻ വേണ്ടി മറച്ചു വെച്ചിരിക്കുന്നത് എന്നർത്ഥം. മൂന്നാമതൊരർത്ഥവും കൂടെ ഉണ്ട്, പിന്നീട് പറയാമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 3 വ്യക്തികൾ, അവരെയാണ് പൊതുവെ തിരുക്കുടുംബം എന്ന നിലയിൽ ക്രൈസ്തവ ലോകം വിളിക്കുന്നത്. യോസേഫ്, മറിയം, ഉണ്ണിയേശു എന്ന് ലോകം മുഴുവനും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കുടുംബം. അത് നിമ്രോദ് എന്ന ജലപ്രളയത്തിന്, നോഹയുടെ പ്രളയത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനും അയാളുടെ കുടുംബവുമാണ്. അയാളുടെ കുടുംബം എന്ന് പറഞ്ഞാലും ശരിയാവില്ല, എന്നാൽ തൽക്കാലത്തേക്ക് അങ്ങനെ നമുക്കങ്ങ് കരുതാം. അതാണ് ഞാൻ പറഞ്ഞത്, ബൈബിളിലെ 7 വാക്യങ്ങളിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന നിമ്രോദ് എന്ന വ്യക്തിയും അയാളുടെ ഭാര്യ എന്ന് അറിയപ്പെടുന്ന, എന്നാൽ ബൈബിളിൽ രേഖകളില്ലാത്ത സെമിറാമീസ് എന്ന സ്ത്രീയും അവർക്ക് വളരെ മാർമികമായ നിലയിൽ ജനിച്ചു എന്ന് പറയപ്പെടുന്ന, വിശ്വസിക്കപ്പെടുന്ന ഒരു അത്ഭുത ബാലൻ തമ്മൂസ്. ഈ 3 പേരുമായി നമ്മുടെ ഈ 17-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിന് വളരെയധികം ബന്ധമുണ്ട്. അതെല്ലാം ഇന്ന് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ആവോളം ഞാൻ വേഗത്തിൽ പോകാം. നിമ്രോദിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം. സോറി 10-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതലാണ് നാം കാണുന്നത്. അല്ലെങ്കിൽ അതിന്റെ 6 മുതലേ വായിച്ചോളൂ. 10-ന്റെ 6 മുതൽ. ജെനസിസ് 10:6 following. Sons of Ham, Cush, Egypt, Put, and Canaan. The sons of Cush, Seba, Havila, Sapta, Rama, and Sapteka. The sons of Rama, Sheba, and Dedan. Cush fathered Nimrod. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറയാം. വിശദീകരണം ഒന്നിനോട് ചോദിക്കരുത്. ഈ 7-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ കണ്ടോ രമ? ഇംഗ്ലീഷിൽ സിസ്റ്റർ വായിച്ച് കേട്ടല്ലോ, രാമ. അപ്പം ചിലര് പറയുന്നുണ്ട് ഇത് ഇന്ത്യയിലെ രാമനാണെന്ന്.
ഉം. അങ്ങനെ ഒരു വലിയ പഠനമൊന്നും ഇതിനെപ്പറ്റി നടത്തിയിട്ടില്ല. ആ പേരങ്ങനെ വന്നത് കൊണ്ട് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ഇതിനപ്പുറം എന്നോടും ചോദിക്കരുത്, ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും പഠിച്ചിട്ടും ഇല്ല. നിങ്ങൾക്കറിയാം, ചിന്തിക്കാം. രമാന്ന് അല്ലേ? രമാന്ന് എഴുതിക്കുന്നേ, രാമെന്ന് അന്ന് എഴുതിക്കുന്നേ. അതെ. അച്ഛാ, എന്റെ ഇതിനകത്ത് പക്ഷേ രമാന്ന എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ രമാന്ന. ഈ പ്രിന്റിങ്ങിൽ പല സമയത്തെ പ്രിന്റിങ്ങിൽ ഉള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. റാം എന്നൊരു പക്ഷെ കണ്ടേക്കാം. ഓക്കെ, അത് ഒരു ഫലിതം പോലെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, അത് വിട്ടേരെ. നമുക്ക് അടുത്ത വാക്യം വായിച്ചോളൂ പ്ലീസ്. ഓക്കെ. ഓക്കെ. Cush fathered Nimrod. He was the first on Cush earth, fathered Nimrod, and he was the first on earth to be a mighty man. He was the first on earth to be a mighty man. Yeah. He was a mighty hunter before the Lord. Therefore, Yeah. it is said, Hmm. like Nimrod, a mighty hunter before the Lord. ഓക്കെ. ഇവിടെ നിമ്രോദിനെ നമുക്ക് കാണാം. നിമ്രോദ് ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എ മൈറ്റി മാൻ. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നു, ആദ്യത്തെ വീരനായിരുന്നു. ആദ്യത്തെ വീരൻ, ചില മല്ലനായിരുന്നു. ആദ്യത്തെ മല്ലൻ, ഗെട്ടോൾ. അവിടെ ചില ഇംഗ്ലീഷ് വേർഷൻസിൽ കാണുമായിരിക്കും നെഫിലീം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ചില ഇംഗ്ലീഷ് വേർഷൻസിൽ അതികായൻ, അതിമാനുഷൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അമാനുഷികമായ കഴിവുകൾ ഉണ്ടായിരുന്ന ആള്. മല്ലന്മാരെന്ന് കേൾക്കുന്നില്ലേ? 6-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, അക്കാലത്തെ ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു എന്ന്. അപ്പം അതുപോലെയുള്ള ഒരു മല്ലൻ എന്ന അർത്ഥമാണ് ഇവിടുത്തെ വീരൻ എന്നുള്ളതിനുള്ളത്. അമാനുഷികമായ കഴിവുകൾ ഉണ്ടായിരുന്നവൻ. അതുകൊണ്ട് അമാനുഷിക കഴിവുകൾ ഉണ്ടായിരുന്ന അവനെ മറ്റു മനുഷ്യരെല്ലാവരും ഒരു ദൈവം എന്ന കണക്കെ കണ്ടിരുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ല് വന്നത്. എന്താ? യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ. നായാട്ടുവീരൻ എന്ന് പറഞ്ഞാൽ വേട്ടയാടുന്നവൻ എന്ന അർത്ഥമല്ല. അവിടെ അർത്ഥമാക്കുന്നത് സാധാരണ മനുഷ്യർക്കില്ലാത്ത ദൈവീകമായ കഴിവുകൾ കൊണ്ട് സകലത്തെയും നിയന്ത്രിപ്പാൻ കഴിയുമായിരുന്ന ഒരുവൻ എന്ന നിലയിലാണ്. സത്യത്തിൽ ഈ നിമ്രോദും ഭാര്യ സെമിറാമീസും കൂടെ ചേർന്ന് ഒരു പുതിയ മതത്തിന് അടിസ്ഥാനമിട്ടു. So this Nimrod family began a new polytheistic religion centered on stars, sun and moon. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളുമായി കേന്ദ്രീകൃതമായ ഒരു ബഹുദൈവ വിശ്വാസത്തിന് അടിത്തറ പാകിയ ആദ്യത്തെ കുടുംബമാണ് നിമ്രോദും കുടുംബവും. മനസ്സിലായോ? They laid the foundation for a polytheistic religion surrounded on sun, moon and stars. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള
ഒരു ബഹുദൈവ വിശ്വാസത്തിന്റെ മതത്തിന് തുടക്കം കുറിച്ച കുടുംബമാണ് നിമ്രോദും കുടുംബവും. യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരൻ എന്ന് പറഞ്ഞാൽ തൻ്റെ അമാനുഷികമായ കഴിവുകൾ കൊണ്ട് സത്യദൈവാരാധനയിൽ നിന്നും ജനത്തെ പിടിച്ച് വലിച്ച് വഞ്ചിച്ച് ഈ പറഞ്ഞ പ്രപഞ്ചാരാധനയിലേക്കും ബഹുദൈവ ആരാധനയിലേക്കും കൊണ്ടുപോയവൻ എന്നാണ് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാ നമ്മളുടെ നിമ്രോദിനെ കുറിച്ച് ഇവിടെ വായിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കാം. ഇനിയും അതിന്റെ 10ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. വേഴ്സ് 10. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ എന്നിവ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും അവനെ പറ്റിയുള്ള 3ാമത്തെ കാര്യം, അവന്റെ രാജ്യത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ അവനൊരു രാജാവും ആയിരുന്നു. കണ്ടോ? ഒന്ന്, അവൻ വീരനായിരുന്നു. 2, വീരൻ എന്ന് പറഞ്ഞാൽ മല്ലൻ, അമാനുഷികമായ കഴിവുകളുള്ള ഒരുവനായിരുന്നു. 2, അവനെപ്പറ്റിയുള്ള ഒരു പഴഞ്ചൊല്ല്, യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പറഞ്ഞാൽ യഹോവയുടെ ആരാധനയിൽ നിന്ന് ജനത്തെ പ്രപഞ്ചാരാധനയിലേക്കും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങിയ പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ ആരാധനയിലേക്കും ബഹുദൈവ പോളിത്തീസ്റ്റിക് ബഹുദൈവ ആരാധനയിലേക്കും ജനത്തെ വഞ്ചിച്ച് തിരിച്ചു കൊണ്ടുപോയവൻ എന്നാണ് അതിന്റെ അർത്ഥം. 3ാമത്, അവൻ ആരായിരുന്നു? ഒരു രാജാവുമായിരുന്നു. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത്. ശിനാർ ദേശത്ത് ബാബേൽ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാബേൽ. മറ്റൊന്നാണ് ഏരക്ക്. ഈ ഏരക്കാണ് ഇന്നത്തെ ഇറാഖ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഈ ഏരക്കിനെയാണ് ഇന്നത്തെ ഇറാഖ് എന്ന് വിളിക്കുന്നത്. അക്കാദ്, അക്കേഡിയൻ സംസ്കാരം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുപോലെ കൽനെ, കൽദയ സംസ്കാരം. ഇതെല്ലാം ചുറ്റുവട്ടങ്ങൾ തന്നെയാണ്, ഏതാണ്ട് ഒരേ പ്രദേശങ്ങൾ എന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. എന്നിട്ട് ഇവൻ എന്താ ചെയ്തത്? യഹോവയുടെ മുമ്പാകെ ഒരു നായാട്ടുവീരനെന്ന് ഇവനെ വിളിക്കാനുള്ള കാരണം നോക്കൂ. 11ന്റെ 4ാമത്തെ വാക്യം, 11 verse 4. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. ഈ നിമ്രോദിന്റെ നേതൃത്വത്തിൽ ബാബേൽ ഗോപുരം പണി ആരംഭിക്കുക. എന്തിനാ അവരങ്ങനെ ചെയ്തത്? യഹോവയുടെ ഇഷ്ടത്തെ, ദ ക്രിയേഷണൽ പർപ്പസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സൃഷ്ടിപരമായ ലക്ഷ്യത്തിനെതിരായി ഇവിടെ മനുഷ്യർ സംഘടിക്കുന്നു. ആരുടെ നേതൃത്വത്തിൽ? നിമ്രോദിന്റെ. അപ്പോൾ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? യഹോവയായ ദൈവം എന്തോരു ലക്ഷ്യത്തിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചുവോ, പോട്ടെ, ആ മനുഷ്യരെ പ്രളയം കൊണ്ട് നശിപ്പിച്ചു.
ഒരു പുനരാരംഭം നോഹ മുഖാന്തരം നടക്കുകയാണ്. നോഹയെക്കുറിച്ച് എന്താ ദൈവം പറഞ്ഞത്? 9:1 വായിച്ചാട്ടെ. 9:1. 9:1. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. ആദാമിനോടും ഹവയോടും പറഞ്ഞ അതേ കാര്യമല്ലേ? അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ ഉദ്ദേശമായിരുന്നു ഇത്. എന്ത്? മനുഷ്യൻ ഭൂമിയിൽ പരക്കണം. The humanity, the human race was ought to spread all over the earth. ആ ദൈവിക പദ്ധതിക്കെതിരായിട്ട് ഇവിടെ നിമ്രോദിന്റെ നേതൃത്വത്തിൽ ജനം സംഘടിക്കുന്നു. അവരെന്താ പറയുന്നത്? 11:4 നമ്മൾ കണ്ടല്ലോ. ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ. കണ്ടോ? ദൈവത്തിന്റെ പദ്ധതിക്ക് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സംഘടിതമായ നീക്കം. അതിന് നമ്മൾ ഒരുമിച്ച് കൂടുക, ഗോപുരം പണിയുക, പട്ടണം പണിയുക, എന്നിട്ട് നമുക്ക് ഒരു പേരുണ്ടാക്കുക. This was a direct rebellion against God, the Creator. And who organized these people to rebel against God? നിമ്രോദ്. അങ്ങനെയാണ് നിമ്രോദ് തൻ്റെ വിശേഷപ്പെട്ട കഴിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് താൻ അമാനുഷികനാണെന്ന് തെളിയിച്ച് ലീഡർഷിപ്പ്, നേതൃത്വം ഏറ്റെടുത്ത് മനുഷ്യരെ മുഴുവനും തൻ്റെ വശത്താക്കി ദൈവത്തിനെതിരെ അവൻ ജനങ്ങളെ സംഘടിപ്പിച്ചത്. അതാണ് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മൾ അങ്ങനെ നമ്മുടെ ബൈബിളിൽ, നമ്മുടെ ഇതിൽ വായിക്കുകയാണെങ്കിൽ നിമ്രോദ് ഒരു വലിയ പുള്ളിയായിരുന്നു, ദൈവത്തിന് മുമ്പാകെ എന്ന് തോന്നിപ്പോവും. അല്ല, നേരെ തിരിച്ചാണ്. നെഗറ്റീവ് മീനിങ് ആണ് അവിടെ ഉള്ളത്. തെറ്റായൊരർത്ഥമാണ് അവിടെ ഉള്ളത്. അവൻ ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു. അതിന് അവന്റെ കഴിവുകൾ അവൻ ഉപയോഗിച്ചു. അവനെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞ കാര്യമാണ്, ലോകക്കാര് പറഞ്ഞിരുന്ന കാര്യമാണ്. എന്ത്? അവൻ ആദ്യത്തെ വീരനായിരുന്നു. അതുകൊണ്ടാണ് ചില ഭക്തന്മാര് വിളിക്കുന്നത് നിമ്രോദ് വാസ് ദ ഫസ്റ്റ് ഹൈ പ്രീസ്റ്റ് ഓഫ് ദ ഡെവിൾ ഓൺ ദ പോസ്റ്റ് ഫ്ലഡ് വേൾഡ് എന്ന്. ജലപ്രളയാനന്തരമുള്ള ലോകത്തിലെ സാത്താന്റെ ആദ്യത്തെ മഹാപുരോഹിതനായിരുന്നു ഇവൻ എന്ന്, ഈ നിമ്രോദ് എന്ന് അതുകൊണ്ടാണ് വേദഭക്തന്മാർ വിളിക്കുന്നത്. ഇപ്പോ മനസ്സിലായോ? ഇത്രയും വ്യക്തമാണോ? ഓക്കെ. അപ്പോൾ ഈ നിമ്രോദ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഞാനൊന്ന് വായിച്ചോട്ടെ. If we don't have a supporting evidence in the Bible, can we accept it? I'm asking this regarding Nimrod's wife and his mysterious son and his polytheistic religion they started, and also regarding the meaning of his name, a mighty hunter before the Lord. How can a common person understand this if we don't supporting evidence in the Bible? Good question. എ മൈറ്റി ഹണ്ടർ ബിഫോർ ദ ലോർഡ് എന്നുള്ളതിന് അതിന്റെ ഒറിജിനൽ ബൈബിൾ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, സമയം. യെസ്, അതിന്റെ ഒറിജിനൽ വേർഷൻ, ഒറിജിനൽ പദം മാത്രം നോക്കിയാൽ മതി. അവനെ അവിടെ വിളിക്കുന്നത് ഈ
ഈ നെഫിലീം എന്ന നിലയിൽ തന്നെയാണ്, ഈ നെഫിലീം എന്ന നിലയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഗെറ്റോൾ എന്ന നിലയിലാണ് അവനെ മൂലഭാഷയിൽ വിളിക്കുന്നത്. അതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന് പൂർണ്ണമായും ബിബ്ലിക്കൽ സപ്പോർട്ടുള്ളതാണ്. അവന്റെ ഭാര്യയുടെ പേരിനും ഉള്ളൂ നമുക്ക് ബൈബിളിൽ തെളിവില്ലാത്തത്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു വരാൻ പോവുകയാണ്, അതിന്റെ തെളിവുകൾ നമുക്ക് എന്തുകൊണ്ട് അത് സ്വീകാര്യമാണെന്നുള്ളത്. നിമ്രോദിനെ കുറിച്ച് ഈ പറഞ്ഞത് ബൈബിളിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന്റെ മൂലപദം നമ്മുടെ ഭാഷയിലേക്ക് വ്യാഖ്യാനിച്ച് വിവർത്തനം ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോഴുള്ള ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നിമ്രോദിനെ കുറിച്ചുള്ളത് ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ്, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിന് നമ്മൾ പുറത്തെങ്ങും പോയില്ല. അതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ നിമ്രോദിനെ കുറിച്ച് ഈ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ പഠിച്ചത്. നിമ്രോദിന്റെ ഭാര്യയെ കുറിച്ച് ബൈബിളിൽ രേഖയില്ല, ശരി തന്നെ. പക്ഷേ we have the support of ancient history as well as archaeology. ബൈബിളിൽ നിമ്രോദിന്റെ ഭാര്യയെ കുറിച്ച് രേഖകൾ ഇല്ലെങ്കിലും വേദപുസ്തക ആർക്കിയോളജി, ഭൂഗർഭ ഗവേഷണങ്ങളും പുരാതന ചരിത്ര രേഖകളും നമുക്ക് തെളിവുകളായിട്ടുണ്ട്. അതില് യൂസേബിയസ് തുടങ്ങിയ ഏൻഷ്യന്റ് ഹിസ്റ്റോറിയൻസ്, നിങ്ങൾ തപ്പിയെടുക്കുന്നെങ്കിൽ ഒരുപക്ഷെ ഗൂഗിളിലും കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ ജോസീഫസിന്റെ പുസ്തകങ്ങൾ, എഴുത്തുകൾ, ഇവയൊക്കെ നമുക്ക് ഇന്നത്തെ നിലയിൽ ഇതിന് തെളിവുകളായിട്ടുണ്ട്. ഗ്രീക്ക് ഹിസ്റ്ററിയിൽ അതിന് തെളിവുകളുണ്ട്. അതിനൊക്കെ കൂടെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കിട്ടുന്ന മലയാളത്തിലൊരു പുസ്തകമാണ്, എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചിട്ടില്ല സത്യത്തിൽ, ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, കെ ഇബ്രഹാം സാർ എഴുതിയ മർമ്മം മഹദിയാം ബാബിലോൺ. ഞാനൊരു അപവാദം കേട്ടിട്ടുണ്ട്, അതിനകത്തുള്ള പല കാര്യങ്ങളും മറ്റൊരു ഇംഗ്ലീഷ് പുസ്തകത്തിലുണ്ടെന്ന്. ആ ഇംഗ്ലീഷ് പുസ്തകം 1853 1853 ഒരു സ്കോട്ടിഷ് മിനിസ്റ്റർ ആയിരുന്ന അലക്സാണ്ടർ ഹിസ്ലോപ്പ് എഴുതിയൊരു പുസ്തകം. അലക്സാണ്ടർ ഹിസ്ലോപ്പ് 1853 എഴുതിയൊരു പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് ടു ബാബിലോൺസ് എന്നാണ്. കിട്ടുന്നെങ്കിൽ ഒന്ന് വായിച്ചോളുക. അതിനകത്ത് ടു ബാബിലോൺസ് റിട്ടൺ ബൈ അലക്സാണ്ടർ ഹിസ്ലോപ്പ്, HISLOP, ഹിസ്ലോപ്പ്, അലക്സാണ്ടർ ഹിസ്ലോപ്പ്, ഇൻ 1853. ടു ബാബിലോൺസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് അദ്ദേഹം നമുക്ക് വേണ്ട ചരിത്ര തെളിവുകൾ എല്ലാം നിരത്തിക്കൊണ്ട് ഈ വിഷയത്തെ സ്ഥാപിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈവൻ എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിക്കായും നിങ്ങളെടുത്ത് നോക്കിക്കൊള്ളൂ, ഓൺലൈനിലും അവൈലബിൾ ആണ്. ഞാനതിൽ കൂടെയും ഒന്ന് ഓടിച്ചു പോയിരുന്നു. എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിക്ക, അതും നമ്മുടെ ഈ വാദങ്ങളെ ശരിവെക്കുന്നുണ്ട്. കൂടാതെ പൗരാണിക മതങ്ങളിൽ ഏൻഷ്യൻ റിലീജിയൻസിലെ പല കഥകളിൽ കൂടെ പോലും ഈ കാര്യങ്ങൾ വെളിപ്പെടുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തിൻ്റെയും ആർക്കിയോളജി, ഭൂഗർഭ ഗവേഷണങ്ങളുടെയും ഒക്കെ സഹായത്തോടുകൂടെയാണ് നമ്മൾ ഈ വാദം നിരത്തുന്നത്. വെറും ഒരു അഭ്യൂഹമായിട്ട് പറയുകയല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ തെളിയിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇതിനെ വേണ്ടതുപോലെ സ്വീകരിക്കാത്ത ഒരു ക്രൈസ്തവ വിഭാഗമുണ്ട്. പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതാരാണെന്ന്.
കത്തോലിക്കര. അവർ ഇതിനെ എതിർക്കുന്നു. കാരണം ഇത് നേരെ അവരിലേക്കുള്ള ഒരു അമ്പെയ്ത്തായതുകൊണ്ട്, ഒരു ഷൂട്ടായതുകൊണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ബാക്കിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നിവിടെ നിർത്താം എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. ഓക്കെ സിസ്റ്റർ. അപ്പം ഈ കാര്യങ്ങളുടെ വിശദീകരണം കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ആകാം. അല്പം കൂടെ നേരത്തെ നിർത്തണമെന്ന് കരുതിയെങ്കിലും സാധിച്ചില്ല. ഏതായാലും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആവോളം നാം പഠിക്കുന്നത് നന്നായിരിക്കും. ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിൽ പോകാം കേട്ടോ, കുഴപ്പമില്ല. എന്നാലും നാം ഇത് അറിയുന്നത് കുറച്ചുകൂടെ നമുക്ക് വേദപുസ്തകത്തിന്റെ വിശ്വാസ്യതയും മറ്റും അറിയുന്നതിനും ഉറയ്ക്കുന്നതിനും കാരണമാണല്ലോ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് സത്യ ദൈവവിശ്വാസത്തിൽ ഉറച്ച് വേദപുസ്തകത്തിന്റെ ആധികാരികത മനസ്സിലാക്കി നമ്മുടെ കർത്താവിന്റെ സൃഷ്ടിപ്പിലെ ഉദ്ദേശം മുതലുള്ളത് നിവർത്തിച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും വന്ദനം. മാറാനാഥ.